ഹായ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒരു സന്തോഷ വർത്താനമുണ്ട്. എൻ്റെ 4.5 മാസമായി കോഴിയിൽ 5 പേര് മുട്ടയിടാൻ തുടങ്ങി. ഈ മാസം അവസാനം അടുത്ത മാസം ആദ്യം മുട്ടയിടുമെന്നുള്ള ഒരു കണക്കൂട്ടിലായിരുന്നു. പക്ഷേ അവർ കറക്റ്റ് 4.5 മാസമായപ്പം മുട്ടയിടാൻ തുടങ്ങി. അതൊരു പക്ഷേ നമ്മൾ കൊടുക്കുന്ന തീറ്റയുടെയും അവർക്ക് കൊടുക്കുന്ന കെയറിൻ്റെയും കൊണ്ടാവാം മുട്ടയിട്ടത്. അതും സാധാരണ ആദ്യമേ മുട്ടയിടുന്ന അത് വെറും ചെറിയതായിരിക്കും 2 ആഴ്ചത്തേക്ക്. പക്ഷെ ഇത് അങ്ങനല്ല, ഇത് നല്ല മുഖം മുട്ടയാണ്. ആർക്കും മറ്റു ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് കപ്പലണ്ടി പോച്ചയാണ്. വേറെ പോച്ചകളൊക്കെ കൊടുക്കാമെങ്കിലും ഞാനത് കൊടുക്കാറില്ല. ഞാൻ കപ്പലണ്ടി പോച്ച തന്നെയാണ് കൊടുക്കുന്നത്. ഇതുപോലെ എന്നോട് ഒരാൾ ചോദിച്ച് കടയിൽ നിന്ന് തീറ്റയൊന്നും വാങ്ങിച്ച് കൊടുക്കാറില്ല എന്ന് വെച്ചാൽ പറയും, കടയിൽ നിന്ന് ഞാൻ തീറ്റ മേടിക്കും, ലെയർ മാഷാണ് കൊടുക്കുന്നത്. ഇവർക്ക് ഇതുവരെ ഗ്രോവർ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അത് നിർത്തി. അവർക്കും കൂടെ ലെയർ മാഷാണ് ഞാൻ മേടിച്ചത്. ഒരു ചാക്കാണ് എടുക്കുന്നത്. 1750 രൂപ ഒരു ചാക്കിന്. അപ്പം ഏകദേശം ഒരു മാസം കൊടുക്കാം, അതേ ഉള്ളൂ. കാരണം നമ്മൾ ഒത്തിരി അങ്ങ് ലാഭം പിടിച്ചു കഴിഞ്ഞാൽ അവർ മുട്ട കിടത്തില്ല. അവർക്ക് ഈ അതും തീറ്റയോ വലുത്. പിന്നെ ഇന്ന് ഞാൻ അവർക്ക് കൊടുക്കാനുള്ള മരുന്നെല്ലാം കൂടെ മേടിച്ച് അതിനും 10-700 രൂപയായി 3 സെറ്റ് മരുന്ന്. കാരണം പഴയത് മേടിച്ചത് ഇപ്പം ഏതാണ്ട് 5 മാസത്തോളം ഞാൻ ഉപയോഗിച്ച്. ഇപ്പം അടുത്ത സെറ്റിൽ നിന്ന് പുതിയത് മേടിച്ച് ഇപ്പം ഇനി അന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ആർക്കും കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ല മിടുക്കരായിട്ടിരിക്കുന്നു. പെട്ടെന്ന് അവർ വളർന്നത്. ഞാൻ 3 മാസം 9 ദിവസം ഉള്ളപ്പോൾ മേടിച്ചതാണ്. ഇപ്പോൾ വന്നിട്ട് ഏകദേശം 1.5 മാസം ആയി. 4.5 മാസം കറക്റ്റ് ആയി. ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുന്നേ ഇതിനകത്ത് 5 പേര് ഇടാൻ തുടങ്ങി. ഇപ്പം ചൂന്ന് എല്ലാവരും ഇടാൻ തുടങ്ങി. അപ്പം പിന്നെ എന്നെ വീഡിയോ എടുക്കുമ്പം സപ്പോർട്ട് ചെയ്യാമെന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്നു കമൻറ്റിൽ. പക്ഷേ ആരും ഇപ്പോൾ പഴയതുപോലെ സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല, വീഡിയോ ഒന്നും കാണുന്നില്ല, കമൻറ്റ് തരുന്നില്ല, ലൈക്കൊന്നും തരുന്നില്ല. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിലല്ലേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കൂ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തത് കാരണം എനിക്ക് വിഷമമായിട്ടിരിക്കുകയാണ്. അതാണ് 2 ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാത്തത്. പിന്നെ എവിടെ ഒരു സന്തോഷ വർത്താനം ഉണ്ട് മുട്ടയിടാൻ തുടങ്ങി, അത് അറിയിക്കാമല്ലോ എന്ന് കരുതി ഞാനിപ്പോൾ ഉടനെ പിന്നെയും വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കൂടിൻ്റെ അടി തട്ടണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇതിൻ്റെ ഇവിടെ കാഷ്ടം തട്ടേ കയറിയിരിക്കും. തട്ടേ കയറിയിരുന്നാൽ അത് അടി തട്ടി അപ്പോഴപ്പോൾ കളഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ തട്ട അങ്ങ് തുരുമ്പിച്ചു പോകും. എന്ത് പടി അമ്മയുടെ കോഴിമക്കളെ എന്താ പറയുന്നു, ഒരു ഭയങ്കര കൊത്തുന്നവരാ കേട്ടോ. നമ്മളെ അങ്ങ് കൊത്തു വന്നു. പക്ഷെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എന്നെ കാണുമ്പോഴത്തേക്ക് അങ്ങ് ജീവൻ കളയും. ആഹാരം കൊടുക്കുന്നുണ്ടോ. ഞാൻ കൊണ്ടുവന്നപ്പോൾ വെറും കുഞ്ഞായിരുന്നു, അത് കൊത്തുന്നുണ്ട്. അപ്പോൾ വളർന്നു. ഇനിയിപ്പോൾ പുല്ലിനുള്ള സമയമായി. അതിൻ്റെ കൊത്താണ്. ഞാൻ പുല്ലൊക്കെ പറിച്ചുകൊണ്ട് വെച്ച് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള. ഇനിയിപ്പോൾ അതൊക്കെ കൊടുക്കും. മറ്റേ കൂടിന് നെറ്റിട്ട്, ഇതിന് ഇതുവരെ നെറ്റിട്ടില്ല. മോൻ പറയുന്നത് അവർ സ്വാതന്ത്ര്യമായിട്ട് നിൽക്കട്ടെ, ഇവിടെ എന്ത് ശല്യം മറ്റു ശല്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഈ താഴെ തട്ട് ഇവിടെ മാത്രം നെറ്റിട്ടാൽ മതി, ഇവിടെയൊക്കെ ഇങ്ങനെ സ്വാതന്ത്ര്യത്തെ കിടന്നോട്ടെന്നാവും പറയുന്നത്. അതുകൊണ്ട് ഇതുവരെ നെറ്റ് കെട്ടി തന്നില്ല. കാരണം അവർ ഇച്ചിരി വായു ഒക്കെ കൊണ്ടോട്ടെന്ന് വിചാരിച്ചു. നമ്മൾ പേടിച്ചാണ് എന്ത് വല്ലതും പിടിച്ചാലോ എന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ, എൻ്റെ കോഴിക്ക് 1-2 പേർക്ക് പനിയൊക്കെ വന്നെന്ന്. അങ്ങനെ അവർക്ക് മരുന്നൊക്കെ അന്ന് കൊടുത്തത് കാണിച്ചല്ലോ. ഇപ്പം അങ്ങനെ അവർക്ക് പനിയെല്ലാം മാറി, എല്ലാവരും പഴയതുപോലെ സെറ്റായി, മുട്ടയൊക്കെ ഇടാൻ തുടങ്ങി. ഇനി വൈകിട്ടത്തെ പുല്ല് തിന്നാനുള്ള ഒരു വെപ്രാളത്തിൽ ഇങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങൾ നിൽക്കുകയാണ്. അപ്പം ഒരു കൊച്ചു ഇതുപോലെ എന്നോട് ചോദിച്ചായിരുന്നു, ലെയർ മാഷ പിന്നെ മുട്ടയിടാറായ കോഴിക്ക് എന്ത് തീറ്റയാണ് കൊടുക്കുന്നത്, ഇവ തമ്മിലുള്ള വ്യത്യാസം ചോദിച്ചായിരുന്നു. ലെയർ മാഷും പെല്ലറ്റും ഒരേ ഗുണമുള്ള തീറ്റയാണ്. പെല്ലറ്റ് വേണമെങ്കിൽ പെല്ലറ്റ് മാത്രം കൊടുക്കാം, ലെയർ മാഷ് വേണമെങ്കിൽ ലെയർ മാഷ് മാത്രം കൊടുക്കാം. ഇത് രണ്ടും മുട്ടയിടുന്ന കോഴിക്കാണ് കൊടുക്കേണ്ടത്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനാണേ ലെയർ മാഷ് ഇപ്പോൾ ഒരു ചാക്ക് എടുത്തു. ഇപ്പോൾ അവരും മുട്ടയിടാൻ തുടങ്ങിയല്ലോ. 1750 രൂപയ ലെയർ മാഷിൻ്റെ ഒരു ചാക്കിന്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 10-15 കിലോ പെല്ലറ്റ് ഞാൻ എടുത്ത്. ഞാൻ വിചാരിച്ച ഇടയ്ക്കിടയ്ക്ക് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാമെന്ന്. പിന്നെ പുല്ല് യഥേഷ്ടം കൊടുക്കും. ഇനിയിപ്പോൾ പുല്ല് അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കും. പുല്ല് അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്താൽ കഴിക്കും. ഞാൻ ഇങ്ങനെ എവിടെ കൊക്ക് ഇങ്ങനെ പിടിച്ച് നോക്കുകയും നിറഞ്ഞിരിക്കുന്നോന്ന്. എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കൊക്കൊക്കെ നല്ലപോലെ നിറഞ്ഞിരിക്കുവാണ്. എല്ലാവർക്കും വല്ലതൊക്കെ തിന്നണം എപ്പോഴും. അവരിങ്ങനെ കഴിക്കുക, വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുക, ഇങ്ങനെ. അപ്പൊ നമ്മൾ ആ പനിയുടെ മരുന്ന് നല്ലതാണ് കേട്ടോ. ഒരു കഫക്കെട്ടോ തുമ്മലോ വന്നാൽ ഉടനെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മതി, കോഴി അപ്പോഴേ രക്ഷപ്പെടും. 2 ദിവസത്തേക്ക് ചിലപ്പോൾ മുട്ടയിടാൻ ഒരു മടി കാണിക്കുക മരുന്ന് ചെല്ലുമ്പോൾ. അല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും. എല്ലാവരും നല്ല ഉണർവായിട്ട് നിൽക്കുവാണ്. ഞാൻ അസുഖം ഇല്ലാത്തവർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഇപ്പോൾ.
അപ്പൊ നേരത്തെ ഇതുപോലെ ഞാന് പിന്നെ പൂവന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഒരിടത്ത് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അത് 1.5 മാസം പ്രായമുള്ള ഗിരിരാജിന്റെ കുഞ്ഞാണ്. നമുക്ക് ഈ കോഴിയും കൂടും തന്ന പുള്ളി തന്നെ വിളിച്ചു പറഞ്ഞത് ഇതുപോലെ അടൂരടുത്ത് പിന്നെ ഇതുപോലെ 10-250 പിന്നെ പൂവും കിടപ്പുണ്ട് ഗിരിരാജന്റേത്. പിന്നെ ഒരെണ്ണത്തിന് 70 രൂപ എന്നാ പറഞ്ഞത്. ചിലപ്പോ എന്തെങ്കിലും കൂടെ കുറച്ച് തന്നേക്കുമായിരിക്കും. നമ്മൾ ഇവിടുന്ന് കാറുമായിട്ട് പോയി അതിനകത്ത് കൊണ്ടുവരണം. അല്ല അവർ കൊണ്ടു തരത്തില്ലെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചും ചോദിച്ചില്ല. ഞാനിതുപോലെ മോനൊന്നും സമയമില്ലാത്തതുകൊണ്ട് കാണാൻ പോയില്ല. അപ്പൊ ഈ ഞായറാഴ്ച എങ്ങനെ ചിലപ്പോൾ പോകാൻ പറ്റത്തുള്ളായിരിക്കും. അതിന് പുള്ളി വീഡിയോ ഇട്ട് തരാന്ന് പറഞ്ഞു കോഴിയുടെ. 1.5 മാസമായെന്ന് പറഞ്ഞാൽ ഇത്തിരിയെങ്കിലും വളർന്നില്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നാലും ഒരു മരിച്ചു പോകും. പൊതുവെ ഗിരിരാജന് വലിയ ആയുസില്ലാത്ത കോഴിയാണ്. അതുകൊണ്ട് എളുപ്പം മരിച്ചു പോകാനെന്ന് പേടിച്ചിട്ട് എന്തായാലും നോക്കിയിട്ടേ ചെയ്യുന്നുള്ളൂ. പൂവനെ വളർത്തണം എന്നാണ് ആഗ്രഹം. അവർക്ക് പ്രത്യേകിച്ച് തീറ്റി മേടിക്കണ്ട. പിന്നെ അരിയും ചോറ് വേസ്റ്റ് വരുന്നതും പട്ടിക്ക് ഞങ്ങള് റേഷൻ അരി വെക്കും. അതൊക്കെ കൊടുത്താൽ മതി. ഇവർക്ക് പക്ഷെ ഇച്ചിരി ചെലവാണ് കേട്ടോ. ഇതിപ്പോ എനിക്കിപ്പോ 50 പേര് ഇടാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ 10-25 കോഴിയുടെ മുട്ട എനിക്ക് ലാഭം. ബാക്കി 25 അവർക്ക് തീറ്റ കൊടുക്കും. നമ്മൾ ആ തീറ്റയുടെ ഇത് കാരണം ഈ പുല്ല് പോയി പറിക്കുന്നത്. അപ്പം കോഴിയുടെ ഇപ്പോഴത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഞാനിപ്പോ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അപ്പം ഞാൻ തുടർന്നും എനിക്ക് അങ്ങോട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ സംശയങ്ങൾ ഇനി അവരെക്കുറിച്ച് ചോദിക്കണം. നിങ്ങൾ ചോദിക്കുമ്പോഴേ അതനുസരിച്ച് എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അത് കാരണം നിങ്ങൾ തീർച്ചയായിട്ടും സംശയങ്ങൾ ചോദിക്കാൻ മറക്കരുത്. നിങ്ങൾ സപ്പോർട്ട് തന്നെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കൂ. അത് മാത്രമല്ല, ഞാനിപ്പം കുറച്ച് നാളുകൊണ്ട് കോഴിയെ വളർത്തുന്നില്ലായിരുന്നല്ലോ. അപ്പൊ ഞാനിപ്പം കോഴിയെ വളർത്താനുണ്ടായ ഒരു സാഹചര്യവും അതിനൊരു കാരണമാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ നിങ്ങൾ മുന്നോട്ട് എന്നെ ലൈക്കും ഷെയറും കമന്റും സബും വ്യൂവും തന്ന് സഹായിക്കണം. സഹായിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കൂ. അപ്പം നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ബൈ.